നമ്മളെ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മളെ ഡ്രൈവറിൻ്റെ സിലബസ് 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി സമയമില്ല. കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ സിലബസ് കവർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക്സാം ഒരു നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റും. അപ്പോൾ ആ സിലബസിലുള്ള ഒരു ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു ബേസ് ക്ലാസ്, കാരണം അതിൽ സിലബസ് ആധികാരികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഭരണഘടനയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഈ ഒരു PSC ജൂനിയേഴ്സിലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഭരണഘടനയിൽ 5 മാർക്കും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിലും അതിന്റെ ബേസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആമുഖം, അടുത്ത പ്രധാന ബേസ് ആയിട്ടുള്ള ഭാഗം 1 പറയണം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 1 പറയണത് യൂണിയൻ വകുപ്പുകളാണ്. ഇന്ത്യയിലെ യൂണിയനും അതിന്റെ വകുപ്പുകളെ കുറിച്ചാണ് ഭാഗം 1 പറയുന്നത്. ഭാഗം 2 ഏതാണ് പറയുന്നത്? പൗരത്വത്തെ കുറിച്ചാണ്. നമുക്കറിയാം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ പൗരത്വം. ഇപ്പൊ ഭേദഗതി നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ പൗരത്വം നമ്മൾ എന്താണെന്ന് പഠിക്കണം. 5 to 11 ഒരു ആർട്ടിക്കിളിലായിരിക്കും ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. കഴിഞ്ഞ എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. നമ്മളെ സിലബസിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പൗര അവകാശങ്ങളും മൗലിക അവകാശങ്ങളും അതിന്റെ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഒത്തിരി ഡീപ്പായിട്ട് തന്നെ പഠിച്ചാലും കുഴപ്പമില്ല. 12 മുതൽ 35 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ പഠിക്കണം. പിന്നെ ഭാഗം 4 നിർദ്ദേശ തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് നിർദ്ദേശ തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുവിധ പരീക്ഷയ്ക്ക് എല്ലാം ചോദിക്കുന്ന ഭാഗമാണ്. അടുത്ത അതിൻ്റെ തന്നെ ഭേദഗതി വരുത്തിയ ഭാഗം 4A മൗലിക കടമകൾ. നമ്മളെ ഇന്ത്യൻ പൗരന്മാര് നമ്മൾ പിന്തുടരേണ്ട മൗലിക കടമകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു 5 ഭാഗമാണ് നമ്മൾ നോക്കണം. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള 5 ഭാഗമാണ് നോക്കണം. അതിൽ നമുക്കറിയാം ഭാഗം 5 ഇവിടെ എഴുതിയിട്ടുള്ളൂ. 25 ഭാഗങ്ങളുണ്ട്. അപ്പം നമുക്കതിന് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ ഈ 5 ഭാഗത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ക്ലാസ്സാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ എല്ലാവരും നോട്ട് എഴുതുകയും വേണം, ഈ ക്ലാസ് ഫോളോ ചെയ്ത് പഠിച്ചു പോവുകയും വേണം. അപ്പൊ നമ്മൾ പറഞ്ഞ അവസാനത്തെ അമെൻമെന്റ് ചെയ്ത 4A അത് എത്രയാണ്? മൗലിക കടമകളിൽ അല്ല ആർട്ടിക്കിൾ പറയുന്നത് 51A ആണ്. ആർട്ടിക്കിൾ 51A. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആദ്യത്തെ ഭാഗം സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ ബേസ് ആയിട്ടുള്ള ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത് ആമുഖം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് തന്നെ പല രാജ്യങ്ങളിലെ പല നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരൊറ്റ നിയമമാക്കിയുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അപ്പം അതിൽ ആദ്യമായിട്ട് പറയുന്ന ആമുഖം. അപ്പൊ ആമുഖം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അമേരിക്ക. അപ്പൊ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടമെടുത്തിട്ടുള്ള ഭാഗമാണ് ആമുഖം. അപ്പോൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് അമേരിക്കയിൽ നിന്നാണ്. അടുത്തൊരു പോയിന്റ്, ഭരണഘടനയുടെ ഭാഗമായത്, അതായത് ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കണം. അപ്പൊ അതിനുവേണ്ടി ഭരണഘടനയെ ഒറ്റത്തവണ മാത്രമേ അമെൻമെന്റ് ചെയ്തിട്ടുള്ളൂ, അതായത് ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അതെന്താണ്? 42ാം ഭേദഗതി 1976. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ ഒരു തവണ മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത് 42. കഴിഞ്ഞ 4th ലെവൽ പ്രിലിമിനറി 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയ്ക്കും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിളല്ല ഭരണഘടന ഭേദഗതി 42 ഏത് വർഷമാണ്? 1976. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അത് നോക്കി വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഭരണഘടനയുടെ ഭാഗമായത് ആമുഖ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് 42ാം ഭേദഗതി 1976. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ പ്രസിഡന്റ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. അടുത്ത 3ാമത്തെ പോയിന്റ്, ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ പറയാൻ കാരണം നമുക്ക് അത് വായിച്ചാൽ മാത്രമേ, ഭരണഘടനയുടെ ആമുഖം വായിച്ചാൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അത് വായിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് അന്നത്തെ ചരിത്രകാരന്മാരും എല്ലാവരും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഏണസ്റ്റ് ബാർക്കർ. ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. അടുത്ത 4ാമത്തെ പോയിന്റ്,
ഒരു രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ, അതാണ് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അതായത് വിശദമായ ആമുഖത്തിൽ എന്താണോ പറയുന്നത്. അപ്പം ഇന്ത്യ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ആമുഖത്തിൽ പ്രധാനമായും പറയുന്നത്. അപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ, ഓരോ രാജ്യത്തിനും ഓരോ ആയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു മതേതര രാഷ്ട്രം നിർമ്മിക്കുകയും അവിടെ ഭരണഘടന നിലവിൽ വരുമ്പോഴും ആ ഭരണഘടന വെച്ച് ആ രാജ്യം ഒരുപാട് ലക്ഷ്യങ്ങളിൽ എത്തിയുണ്ട്. അപ്പം അത് മെയിനായിട്ട് ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന, ലക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ആമുഖത്തിലാണ്. അപ്പോൾ അടുത്ത പോയിന്റ് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റാണ് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നാണ് അടുത്ത പോയിന്റ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നീ ലക്ഷ്യങ്ങളാണ് മെയിനായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അറിയാം, മതപരമായും ബാക്കിയുള്ള കാര്യങ്ങളും സാംസ്കാരികപരമായും ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തിൽ ഇത്രയും കാര്യങ്ങൾക്ക്, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നീ ലക്ഷ്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഭരണഘടന തന്നെയായിരിക്കണം ഇന്ത്യയുടെ. അപ്പം ഭരണഘടനയുടെ മെയിൻ ലക്ഷ്യങ്ങൾ എന്താണ്? അതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി. അതിൽ നമുക്കറിയാം, സാഹോദര്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞാലാണ് BR അംബേദ്കർ. നമ്മുടെ ഭരണഘടനയുടെ പിതാവായ BR അംബേദ്കർ ആണ് സാഹോദര്യം എന്ന് പറയുന്ന ഇതിനെ കുറിച്ച് ഭരണഘടനയിൽ ആ വാക്ക് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ BR അംബേദ്കർ ആണ്. അടുത്ത പോയിന്റ്, നെഹ്റു, നമുക്കറിയാം ഭരണഘടന എഴുതി തയ്യാറാക്കിയ ഒരു വ്യക്തിയുണ്ട്, അല്ലെ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ ഒരു വ്യക്തിയുണ്ട്. ആരാണെന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. അതിനുവേണ്ടി 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെവല്യൂഷൻ എന്ന് പറയും, അതായത് ലക്ഷ്യപ്രമേയം. എന്താണ് ലക്ഷ്യപ്രമേയം? അത് നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷന്റെ അസംബ്ലിയിൽ, അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ലക്ഷ്യങ്ങളെന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യൂഷന്റെ അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കും. അപ്പം ആ ലക്ഷ്യപ്രമേയം ആണ് ഇന്ത്യ ഭരണഘടനയുടെ ഭാഗമായി മാറുന്നത്, ഇന്ത്യ ഭരണഘടനയിലെ ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ അത് എന്താണ്, അത് ഏത് വർഷമാണ് നടന്നതെന്ന് വെച്ചാൽ 1946 ഡിസംബർ 13. ഒന്നും കൂടെ പറയാം, 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്. അത് തന്നെയാണ് 1946 ജനുവരി 22 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിക്കപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. 1947 ജനുവരി 22 ആ ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിക്കുകയും ചെയ്യും. ഭരണഘടനയിലെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കും. ആ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുക എന്താണെന്ന് വെച്ചാൽ 1946 ഡിസംബർ 13. അപ്പം ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഭാഗമായ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് 1946 ഡിസംബർ 13. അത് ആരാണ് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുകയും 1947 ജനുവരി 22 അസംബ്ലി അതിനെ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിക്കുകയും ചെയ്യും. അപ്പം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതായത് അതിന്റെ മലയാളമാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത്. അത് ഏത് ഡേറ്റിലാണ് അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. അത് അംഗീകരിക്കുന്ന ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 അംഗീകരിക്കും. അടുത്ത പോയിന്റ്, ഭരണഘടനയിലെ ആമുഖത്തിലെ ഭരണഘടനയിലെ ആമുഖത്തിൽ പ്രധാനമായി ഇന്ത്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കോഡാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ത്യ എന്താണ്, ഭരണഘടനയിലെ ആമുഖത്തിൽ പറഞ്ഞ ഇന്ത്യ എന്താണെന്ന് പറയുന്നതാണ്. പസമജറി എന്നാണ് അതിൻ്റെ കോഡ്. കാരണം അത് പറയുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. എന്താണ് ആ കോഡ് നമ്മൾ ആലോചിക്കണം? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഭരണഘടനാപരമായി ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനാപരമായി ആമുഖത്തിൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതിൻ്റെ ഒരു കോഡാണ് പസമജറി. അത് പഠിച്ചു വെച്ചാണ് പസമജറി അക്രമത്തിന്. അടുത്ത ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു തീയതിയുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചൊരു തീയതിയാണ് 1949 നവംബർ 26. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. അതുപോലെ 2 കേസുണ്ട് പ്രധാനമായി. ബെരൂബാറി കേസ് എന്ന് വെച്ചാൽ ഭരണഘടന 1960 കേസാണ് ബെരൂബാറി കേസ്. അതായത് ഭരണഘടന ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു കേസാണ് ബെരൂബാറി കേസ്. അത് ഏത് വർഷമാണ്? 1960. രണ്ടാമത്തെ കേസ്
ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി കേസാണ്. അത് ഏത് വർഷം? 1973 കേശവാനന്ദ ഭാരതി. അപ്പൊ ഒന്നുകൂടെ പറയാം, ബെരുബാരി കേസ് ഭരണഘടനയിൽ ആമുഖ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ കേസാണ് ബെരുബാരി കേസ്. അത് 1960 ഭരണഘടനയിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആമുഖത്തിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ. അടുത്ത പാർട്ട് ഒന്നുകൂടെ കട്ടിത്താണ്. അടുത്ത പാർട്ട് ഭരണഘടനയിൽ കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഏത് എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഫെഡറൽ സംവിധാനം, ഗവർണർ, PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുപോലെ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന 3 പോയിന്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏക പൗരത്വം, ജനാധിപത്യം, പ്രധാനമന്ത്രി, തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങള്, ക്യാബിനറ്റ് സമ്പ്രദായം. അപ്പൊ ഇത്രയും ബ്രിട്ടൻ എന്ന രാജ്യത്ത് നിന്ന് കടമെടുത്തിരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. ഏതൊക്കെയാണ്? ഏക പൗരത്വം, ജനാധിപത്യം, പ്രധാനമന്ത്രി, തിരഞ്ഞെടുപ്പ് സംവിധാനം, ക്യാബിനറ്റ് സമ്പ്രദായം. ഒന്ന് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, റിട്ടുകൾ. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന 5 റിട്ടുകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത് വെച്ചാൽ ലാറ്റിൻ ഭാഷയിലെ 5 റിട്ടുകൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ റിട്ടുകൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതുപോലെ US എന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന ഭാഗങ്ങളാണ് മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ആമുഖം. നേരത്തെ നമ്മൾ പറഞ്ഞ ആമുഖം ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരെ എങ്ങനെയാണ് നിയമിക്കാനുള്ളത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. പ്രസിഡന്റ് എന്ന നൈം, അതായത് പ്രസിഡന്റ് എന്ന പേര് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് US ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ ചെയ്യാനുള്ള അധികാരം ഏത് ഭരണഘടനയിൽ നിന്നാണ് കോപ്പി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കടമെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ USA നിന്നാണ്. അപ്പം ഈ നമ്മൾ ഏതൊക്കെ 3 രാജ്യങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് തുടരും. ഇന്ന് ഒരു ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പറഞ്ഞു പോണത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ എന്നും ഫോളോ ചെയ്യുക, ഈ ക്ലാസ് കാണുക, എഴുതിയെടുക്കുക. എന്തായാലും ഭരണഘടനയിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പാണ്. അത് നമ്മൾ ഈ ഇവിടെ ഫ്രീ ആയിട്ട് ഈ ക്ലാസ് എല്ലാവർക്കും എടുക്കുന്നത് ഡ്രൈവർ എന്ന എക്സാം, അതായത് ഒരുവിധം കട്ട് ഓഫ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളത് കൊണ്ട് എന്തായാലും നിങ്ങൾ ഡ്രൈവിംഗ് സ്കില്ലുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ നിങ്ങൾക്കൊരു ജോലി ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ PSC ജൂനിയേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. ഡ്രൈവർ എന്ന ആ ഒരു മേഖലയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഡ്രൈവർ ടെസ്റ്റ് നല്ലപോലെ പഠിച്ചെഴുതുക. എല്ലാവർക്കും ഒരു ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു.